നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞ കഥ എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടു എന്ന് ചില കമൻറ്റുകൾ പറഞ്ഞു. താങ്ക് യു. കാരണം ഇതൊന്നും കഥയല്ല, അല്ലെങ്കിൽ വെറും ഒരു കഥയായിട്ട് കണ്ടതുകൊണ്ടാണ് നമുക്കിതൊന്നും ഒരു ഉപകാരമില്ലാത്ത കഥകളായി മാറിയത്. അല്ലെങ്കിൽ തത്വമറിയാതെ അന്ധമായ വിശ്വാസത്തിലൂടെ നടന്ന് അവസാനം വന്നപ്പോൾ വിശ്വാസം പോലും രക്ഷിക്കാനില്ല എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ പെട്ടുപോയത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു അതിബുദ്ധി ആപത്തായതാണ്, വേറെ കാര്യമൊന്നുമല്ല. അത് നേരെ ചൊവ്വനെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ്. എന്നാൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ ഒരു രീതിയിലും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത്, എന്തിനാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നത്? എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാതെ ആവശ്യമുള്ളവർ മാത്രം തിരഞ്ഞു പിടിക്കട്ടെ, കണ്ടെത്തട്ടെ എന്ന് ഒരു സിസ്റ്റം രൂപീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഉൾപ്പെടെ നമ്മുടെ ബോധം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് എല്ലാം പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ പരസ്പരം കണക്ട് ചെയ്തേക്കുന്ന ഒരുപാട് എലമെൻറ്റ്സ്, ഇപ്പോൾ ഒരു കാറാണെങ്കിൽ തന്നെ നമുക്കത് എക്സാമ്പിൾ എടുക്കാം. ഒരു കാറിൽ തന്നെ ഒരുപാട് എലമെൻറ്റ്സ് കൂടിച്ചേരുമ്പോഴാണ് ആ കാറ് ഏറ്റവും പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷനാണെന്ന് പറയുന്നത്. അപ്പോൾ 4 ടയറിൽ ഏതെങ്കിലും ഒരു ടയറിൽ കാറ്റ് കുറയുമ്പോൾ അത് ഫുൾ സിസ്റ്റത്തെ ബാധിക്കും, അല്ലേ? അപ്പോൾ അത് 3ാമത്തെ ടയറിൻ്റെയോ 2ാമത്തെ ടയറിൻ്റെയോ പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് ഏത് ടയറിൻ്റെ ആണോ കാറ്റ് പോയത് അതിൻ്റെ മാത്രമാണ്. ആ കാറ്റ് പോകാനുള്ള കാരണം ആ ടയറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടയറിനെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. റോഡാകാം, എത്തരത്തിലുള്ള റോഡിലൂടെയാണ് സഞ്ചരിച്ചു എന്നൊരു ചോദ്യം വരാം. ആ റോഡിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടായിരുന്നു? ചിലപ്പോൾ ഒരു ആണി കുത്തിക്കയറാം. അപ്പോൾ ആണി കാരണമാണോ ടയർ പഞ്ചറായെന്ന് ആൾക്കാർ പ്രശ്നം പറയും. അപ്പോൾ ചോദിക്കും, ആ ആണിയുള്ള വഴികളിലൂടെ എന്തിനു പോകേണ്ടി വന്നു? എന്തിനാ വഴി കൂടെ പോയി? അപ്പോൾ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ വേറെ വഴി പറഞ്ഞു തരൂ. പറഞ്ഞ് മനസ്സിലായോ? അതായത് വാക്കും അർത്ഥവും പോലെയാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുകയാണ് അർത്ഥം. അപ്പോൾ ആ പറയുന്ന കാര്യം പറയുന്ന സെൻസിൽ അല്ല എടുക്കുന്നതെങ്കിൽ അർത്ഥം മാറിപ്പോവും, അല്ലേ? അപ്പോൾ വാക്കിലും അർത്ഥത്തിലും ഒളിഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഇതെല്ലാം. വേണമെന്ന് വിചാരിച്ച് സംഭവിക്കുന്നതല്ല, ഇതെല്ലാം പല ലെയേഴ്സാണ്. അപ്പോൾ ഈ പല ലെയറിനെ കുറിച്ച് നമുക്ക് വേണ്ടത്ര ബോധ്യമില്ലാത്തത് കൊണ്ട് അന്ധമായ പല വിശ്വാസങ്ങളുടെ പുറകെ കൂടെ നമ്മൾ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അത് ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ എല്ലാ പുരാണ കഥകളിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. കാരണം ഞാനിത് പറയുമ്പോൾ ചിലപ്പം സാധാരണ വീഡിയോയേക്കാൾ ഇച്ചിരി സമയം എടുക്കുമായിരിക്കാം. കാരണം ഞാനിത് മനസ്സിലാക്കി എൻ്റേതായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു, ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് ചിന്തിച്ചേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഞാൻ കാണാതെ പഠിച്ചു വെച്ചേക്കാൻ കാര്യമൊന്നുമല്ല. അപ്പോൾ കാണാതെ പഠിക്കാത്തൊരു കാര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ആലോചിച്ച്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പറയേണ്ടതേ പറയാൻ പാടുള്ളൂ. ഓവറായിട്ട് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വീഡിയോ ബോറിംഗ് ആകാം. താല്പര്യമില്ലാത്തവർ മാറ്റിയേക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലും പുരാണ കഥകളിലും ഒരു രഹസ്യമുണ്ട്. ശിവരഹസ്യം, വിഷ്ണു രഹസ്യം, ചിദംബര രഹസ്യം എന്നൊക്കെ പല രീതിയിലാണ് ഇത് പറയുന്നത്. ഇപ്പോൾ രഹസ്യം എന്ന് പറയുമ്പോൾ ആരും അറിയാൻ പാടില്ല എന്നുള്ളതല്ല. ഇപ്പം നമുക്കത് അപ്രാപ്യമാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം
എല്ലാ കാര്യങ്ങളും ഒന്നും പറയണമെന്നില്ലല്ലോ. അതായത് ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് പറയുന്ന ആൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നൊരു വിശ്വാസം വന്നെങ്കിൽ മാത്രമേ എന്ത് രഹസ്യവും ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? എല്ലാവരോടും പറയുന്ന വ്യക്തിയോട് നമുക്ക് എന്ത് വിശ്വാസം പറ്റില്ല. അപ്പോൾ കാരണം ആ രഹസ്യം സൂക്ഷിക്കാനുള്ളൊരു കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കണം. അപ്പോൾ അർഹതയുള്ളവനിലേക്ക് ആ രഹസ്യം, അപ്പോൾ ആ രഹസ്യം എന്ന് പറയുന്നത് എന്ത് കാര്യമായിക്കോട്ടെ ആ സംഗതി എത്തും എന്നുള്ളതാണ്. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ, അല്ല ചില കാര്യങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒരു പൂട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ പൂട്ട് തുറക്കാൻ ഒരു താക്കോല് വേണം. അപ്പം നമുക്കത് ചെയ്ത് ശീലമില്ലെങ്കിൽ, നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം വലിയ ഹോട്ടലിലൊക്കെ ചെല്ലുവാണെങ്കിൽ, ഇപ്പോൾ അത് കോമൺ ആയി, എന്നാലും ഞാൻ പറയാം, പണ്ടൊക്കെ ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അറിയില്ല, റൂം തുറക്കാൻ ഒരു കാർഡ് ഉണ്ടാവും. അപ്പോൾ ആ കാർഡ് ഒരു പ്രത്യേക സോക്കറ്റിൽ വെച്ചെങ്കിൽ മാത്രമേ അത് റൂം ലൈറ്റ് വരുള്ളൂ, അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് വെരി ഫസ്റ്റ് ടൈം അത് കയ്യിലോട്ട് കിട്ടുമ്പോൾ ഈ വ്യക്തിക്ക് അത് അറിയില്ല. അപ്പോൾ അത് അറിയാവുന്ന ഒരാൾ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്കിത് കാണുമ്പോഴേ മനസ്സിലായി ഇതെങ്ങനെ ഉപയോഗിക്കണ്ടേ എന്നുള്ളത് എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ രഹസ്യവും അത് തന്നെയാണ്. അതായത് നമുക്ക് അറിയാത്ത അജ്ഞമായിരിക്കുന്ന ഒരു കാര്യം അറിയാവുന്ന കുറച്ച് പേരുണ്ട്. കാരണം ആ ഒരു കാര്യത്തെ തന്നെ നമുക്ക് പല ആംഗിളിൽ ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കുന്ന വ്യക്തി, ഇപ്പം തോക്ക് കൈ കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തി അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചല്ലേ അത് കൊടുത്ത ആൾ വെറുത്താണോ അല്ലയോ എന്നുള്ളത്. കണ്ണി കാണുന്നതിനെല്ലാം വെടിവെക്കുന്നപ്പോൾ തോക്കുണ്ട് ദേഹരക്ഷ എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈരാഗ്യമുള്ളവനെ എല്ലാം വെടിവെക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കാര്യവും, ഇപ്പം ചില ഗുരുക്കന്മാരൊക്കെ ഡൗൺഫോൾ ഉണ്ടായി പോകുന്നതിൻ്റെ ഒരു കാര്യവും ഇത് തന്നെയാണ്. അതായത് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും ശിഷ്യന്മാരാണെന്ന് ധരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ കേൾക്കുന്ന ആൾ ചിലപ്പോൾ നമ്മളെ ഒരിക്കലും ഒരു എന്താ പറയുന്നത് അറിയണം എന്നുള്ള സെൻസിലാവില്ല, നമ്മളെ അത് പരീക്ഷിക്കാനായിരിക്കും പറ്റുന്നത്. അപ്പോൾ ഈ പരീക്ഷണം നമുക്ക് മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇയാൾ ചിലപ്പം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുമായിരിക്കാം, പക്ഷെ അത് നാളെ ഇയാളുടെ തലയ്ക്ക് തന്നെ ആയിരിക്കും ഏറ്റവും വലിയ കൊടുവാളായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ പറയുമ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണോ എന്നുള്ളതും നമ്മളൊരു ചോദ്യചിഹ്നമാണ്. അത് കണ്ട് പിന്നീട്, കാരണം അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എല്ലാ കാര്യങ്ങളും, അല്ലേ? അപ്പോൾ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അനുഭവമാണ് ഗുരു എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെക്കുറിച്ചുള്ള ബോധ്യവും നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന അതേ ഫോർമാറ്റിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത് ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ ഡിഗ് ഔട്ട് ചെയ്ത് ഇറങ്ങുന്നവർക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫുൾ ലക്ഷറി അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് അത് അപ്രാപ്യമായിരിക്കും. അപ്പം കിട്ടാത്ത മുന്തിരി പലർക്കും പൊളിക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കഥാരൂപത്തിൽ ജനങ്ങളിലേക്ക് പലതരത്തിലുള്ള പൂർവികർ, സിദ്ധന്മാർ, ഋഷിമാർ ജനങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷെ കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ കഥ മനസ്സിലാക്കി, അല്ലെങ്കിൽ കഥയ്ക്കുള്ളിലെ കഥാപാത്രങ്ങളെ ആരാധിച്ചു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ്റെ സിനിമ, നമ്മൾ ആ കഥാപാത്രത്തെയാണ് ഇഷ്ടപ്പെട്ടത്, അല്ലേ? ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ ആ നടനെ ആരാധിക്കുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ നടനേക്കാൾ ഉപരി ആ കഥാപാത്രത്തിനോട് ഇഷ്ടം വന്നു കഴിഞ്ഞാലോ, പറയാൻ മനസ്സിലായില്ലേ? അപ്പോൾ ആ കഥാപാത്രത്തിനെ പോലെയാണ് ആ നടനും എന്നങ്ങ് വിചാരിക്കും. പറഞ്ഞു മനസ്സിലായോ? എന്ന് പറയുന്ന അതേ തത്വത്തിലാണ് ഓരോ കഥകളും. ആ കഥയ്ക്കുള്ളിലെ കഥയെ തിരിച്ചറിയാതെ നമ്മൾ ജീവിച്ചു. പക്ഷെ സാധാരണ ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയിൽ മാത്രം ഒതുങ്ങി. അപ്പോൾ കഥയ്ക്കുള്ളിലെ കഥ മനസ്സിലാക്കാതെ അവർ കഥയിൽ മാത്രം ഒതുങ്ങിയപ്പോൾ എന്തോ സംഭവിച്ചു? അവര് അന്ധമായ ആരാധന, പറയുന്നില്ല ചില നടന്മാരെ നമ്മൾ അന്ധമായിട്ട് ആരാധിക്കുമെന്ന് പറയുന്നത് തന്നെയാണ് ചില കഥാപാത്രങ്ങളെ അന്ധമായിട്ട് അങ്ങോട്ട് ആരാധിക്കും. ആ ആരാധന മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ അവർക്ക് നാൾക്ക് നാൾ ദുഃഖം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പലർക്കും. അംഗീകരിക്കും കുറേ കഴിയുമ്പോൾ ഒരു പക്ഷേ അംഗീകരിക്കും. പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഈഗോ കയറി ഹർട്ടാവും.
നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് എന്നാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ചൊറിച്ചിൽ വരും. കാരണം അത് അങ്ങനെയാണ്. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിസ്റ്റത്തിൽ പെട്ടെന്നൊന്നും ഒരു എന്താ പറയുന്ന ഒരു മാറ്റമൊന്നും സൊസൈറ്റിയിൽ ഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും ഒരുപാട് സമയമെടുക്കും. ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. എന്ന് പറയുന്ന പോലെ നമ്മളീ പഠിക്കുന്ന സബ്ജക്റ്റ് തന്നെ ഇപ്പോൾ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ജന്മമൊന്നും പോരാ. ഞാൻ പറയുന്നത് ഈ ജന്മമൊന്നും പോരാന്ന് പറഞ്ഞാൽ അതുപോലെ ആഴത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ നമുക്ക് പഠിച്ച് കേമനാവാനൊന്നും പറ്റുമൊന്നുമില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു വ്യക്തിയുടെ എനർജിയിൽ 50% വേരിയേഷൻസ് വരുമ്പോൾ തന്നെ ഹെൽത്ത്, മണി, റിലേഷൻഷിപ്പ്, ജോബ്, പിന്നെന്താ വിസ്ഡം, ഈ 5 കാര്യത്തിൽ വ്യത്യാസം വരും. ഞാൻ പറഞ്ഞത് ചെറിയൊരു വേരിയേഷൻസ് വരുമ്പോൾ തന്നെ ഇതിനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എത്രമാത്രം പോകുമെന്നുള്ളത് അവരുടെ താല്പര്യം അനുസരിച്ചിരിക്കും. പക്ഷേ ഒരു ശകലം ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഈ 5 ഏരിയ ഇവിടെ ജീവിക്കാൻ അത്യാവശ്യം വേണ്ട 5 കാര്യങ്ങൾ കയ്യിലാവും.